ഈ ഒരു ചെറിയ വിത്ത് ദിവസം ഒരു സ്പൂൺ വീതം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ PCOD, വെയിറ്റ്, ഹെയർ ഫാള്, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം കൺട്രോൾ ആവും. പക്ഷേ 90% ആളുകൾ ഇത് തെറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് നമുക്ക് നോക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും അതുപോലെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതുമായ ഒരു ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് കേട്ടോ. അതായത് ഫ്ലെക്സീഡ്, ചനവിത്ത് എന്നും പറയൂ കേട്ടോ. ഇത് നമ്മൾ ഡെയിലി ഒരു സ്പൂൺ വീതം കഴിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയും. എന്താണ് ചനവിത്ത് എന്നും അതെങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തിനൊക്കെയാണ് കഴിക്കേണ്ടത്, ഇത് നമ്മൾ ശരിയായി ശ്രദ്ധിക്കാതെ കഴിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുക എന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ചണവിത്ത് എന്നാൽ പണ്ട് മുതലേ ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ്. ഇതിലൊരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒമേഗ 3 ഫൈബർ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ, ഹെയർ, പിന്നെ നമ്മളെ വെയിറ്റ്, PCOD, പിന്നെ സ്ത്രീകളിലെ ഹോർമോൺ ഇംബാലൻസിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഫ്ലെക്സീഡ് തന്നെ 2 ടൈപ്പിലുണ്ട്. അതായത് ഒന്ന് ഗോൾഡൻ കളറിലും പിന്നെ ഒരു ബ്രൗൺ കളറിലാണ് ഉള്ളത്. 2 കളറിലും ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ സെയിം ആണ്. ചണവിത്ത് എന്താണെന്നും അതിൻ്റെ പോഷക ഗുണങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കഴിക്കുന്നത് വഴി നമുക്ക് എന്താണ് വെയിറ്റ് ലോസ് ഉണ്ടാകും. കാരണം ഇതിൽ കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മളെ വയറ് പെട്ടെന്ന് ഫുള്ളായ പോലെ നമുക്ക് തോന്നും. അതുവഴി നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ ക്രേവിങ്സ് ഒക്കെ കുറക്കാൻ കഴിയും. അപ്പം നമ്മളെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സഹായിക്കും ചെയ്യും. അതുപോലെ PCOD ഉള്ളവർ കഴിക്കാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്ലാക്സീഡിലെ ലിഗ്നൻസ് എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഫീമെയിൽ ഹോർമോണിനെ കൺട്രോൾ ചെയ്യാനും അതുവഴി PCOD ഒന്ന് കുറഞ്ഞു വരാനും സഹായിക്കും. അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാനും പിന്നെ നമ്മളെ ബാഡ് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിന്, ഹെയറിനൊക്കെ നല്ലതാണ്. പിന്നെ ഫ്ലാക്സീഡ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരിക്കലും നമ്മൾ അങ്ങനെ വിഴുങ്ങരുത്. നമ്മൾ ഇതിൽ കൂടുതൽ ഫൈബർ അടങ്ങിയത് കൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ നമ്മൾ തൈരിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിത് ഡെയിലി കഴിക്കുമ്പോൾ 1-2 സ്പൂണിലധികം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ വീഡിയോസും ടിപ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.